എല്ലാവർക്കും നമസ്കാരം. KAS ട്യൂട്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കോണ്ടിനെൻ്റൽ ഫോർമേഷൻ്റെ മൂന്നാമത്തെ തിയറിയാണ് നോക്കുന്നത്. ഒന്നാമത്തെ തിയറി കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി ആയിരുന്നു. രണ്ടാമത്തേത് സീ ഫ്ലോ സ്പ്രെഡിംഗ് തിയറി. അത് രണ്ടും നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി മൂന്നാമത്തെ തിയറി പ്ലേറ്റ് ടെക്ടോണിക്സ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് എർത്തിൻ്റെ ഇൻറ്റേർണൽ അല്ലെങ്കിൽ ഇൻറ്റീരിയർ പാർട്ടിലെ രണ്ട് ടേം നമുക്ക് മനസ്സിലാക്കണം: ലിത്തോസ്ഫിയറും ഈസ്തനോസ്ഫിയറും. എർത്തിൻ്റെ ഇൻറ്റീരിയർ കാണിക്കുന്ന പിക്ചറാണിത്. എർത്തിൻ്റെ ഇൻറ്റീരിയൽ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത് ക്രസ്റ്റ്, മാൻഡിൽ, കോറ്. ടോപ്പ് ലെയറാണ് ക്രസ്റ്റ്, മിഡിൽ ലെയർ മാൻഡിൽ, ഇന്നർമോസ്റ്റ് ലെയർ കോറ്. മാൻഡിലിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ. കോറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ടർ കോർ, ഇന്നർ കോർ. ഇനി ലിത്തോസ്ഫിയറും ഈസ്തനോസ്ഫിയറും. അപ്പർ മാൻഡിലും ക്രസ്റ്റും ചേർന്നിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള എർത്തിൻ്റെ ഔട്ടർ പാർട്ടിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുക. ഈ ലിത്തോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗമാണ് ഈസ്തനോസ്ഫിയർ. ലിത്തോസ്ഫിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈസ്തനോസ്ഫിയർ കുറച്ചും കൂടി ഫ്ലൂയിഡാണ്, കുറച്ചും കൂടി ഹോട്ടറാണ്. അതായത് ചൂടും കൂടുതലാണ്, കുറച്ചും കൂടി ഒഴുകുന്ന ടൈപ്പുമാണ്. ലിത്തോസ്ഫിയർ ഈസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ കൂടി ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഈ മൂവ് ചെയ്യുന്നതിൻ്റെ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കൺവെക്ഷണൽ കറണ്ടാണ്. അത് ഉള്ളിൽ നിന്ന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ലിത്തോസ്ഫിയർ ഈസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ കൂടി മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് തിയറിയിലേക്ക് വരാം. പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി. പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ്, അതിനെ പറ്റിയിട്ടാണ് ഈ തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ സർഫസ് പൊട്ടിക്കീറിയിട്ട് പല പല പീസസ് ആയിട്ടുണ്ട്. ഈ കഷ്ണങ്ങളെ അല്ലെങ്കിൽ ഈ പീസസിനെയാണ് നമ്മൾ പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, മാപ്പ് മൊത്തം ഇറഗുലർ ആയിട്ടുള്ള പീസുകളായിട്ടുണ്ട് അല്ലേ? ഈ ബ്രോക്കൺ പീസസിനെയാണ് പ്ലേറ്റ്സ് എന്ന് പറയാം. ഇങ്ങനെ കുറേ ബ്രോക്കൺ പീസസ് ഉണ്ട്. അതിനെ മേജർ പ്ലേറ്റ്സ് എന്നും മൈനർ പ്ലേറ്റ്സ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മേജർ പ്ലേറ്റ്സ് 7 എണ്ണം ഉണ്ട്. അതായത് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, അന്റാർട്ടിക് പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്. മാപ്പിൽ നമ്മൾ കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ പസഫിക് പ്ലേറ്റ് ഇവിടെയുണ്ട്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, അന്റാർട്ടിക് പ്ലേറ്റ്. ഇത്രയും പ്ലേറ്റുകളാണ് ഉള്ളത്. മേജർ 7 പ്ലേറ്റുകൾ ഇതൊക്കെയാണ്. ഇതുകൂടാതെ മൈനർ പ്ലേറ്റുകളുണ്ട്. അതായത് കൊക്കോസ് പ്ലേറ്റ്, നാസ്ക പ്ലേറ്റ് പോലെയുള്ള ചെറിയ ചെറിയ പ്ലേറ്റുകൾ. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ പ്ലേറ്റുകളിൽ ഏറ്റവും വലുത് പസഫിക് പ്ലേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ ഇൻറ്റീരിയർ പഠിച്ചു. ലിത്തോസ്ഫിയർ, ഈസ്തനോസ്ഫിയർ ഉൾപ്പെടെയുള്ള ലെയറുകൾ പഠിച്ചു. പിന്നെ പ്ലേറ്റ്സ് എന്താണെന്നും എത്ര പ്ലേറ്റ്സ് ഉണ്ടെന്നും അതിൻ്റെ പേര്, ക്ലാസിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി പ്ലേറ്റുകൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നും എത്ര തരം മൂവ്മെൻറ്റ്സ് ഉണ്ടെന്നും അത് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് നോക്കാം. പ്ലേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ലിത്തോസ്ഫിയറിൻ്റെ ഭാഗമാണ്. ഇത് മൂവ് ചെയ്യുന്നുണ്ട് ഈസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ. കാരണം ലിത്തോസ്ഫിയർ റിജിഡാണ്, ഈസ്തനോസ്ഫിയർ കുറച്ചും കൂടി ഫ്ലൂയിഡിലേക്കാണ്. എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നും കൺവെക്ഷണൽ കറണ്ട് ഉള്ളതുകൊണ്ടാണ് ഒരു ഫോഴ്സ് ലിത്തോസ്ഫിയറിന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്ലേറ്റ്സ് ഈസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ കൂടി ചെറുതായിട്ട് മൂവ് ചെയ്യും. ഈ ഒരു പോയിന്റ് മനസ്സിൽ വയ്ക്കാം. പ്ലേറ്റ് മൂവ്മെൻറ്റ് 3 തരത്തിലുണ്ട്. ഒന്നാമത്തേത് കൺവേർജൻറ്റ് മൂവ്മെൻറ്റ്, രണ്ടാമത്തേത് ഡൈവേർജൻറ്റ് മൂവ്മെൻറ്റ്, മൂന്നാമത്തേത് ട്രാൻസ്ഫോം മൂവ്മെൻറ്റ്. കൺവേർജൻറ്റ് മൂവ്മെൻറ്റിൽ പ്ലേറ്റുകൾ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അടുത്ത് വന്നിട്ട്, ഇതാണ് കൺവേർജൻറ്റ് മൂവ്മെൻറ്റ്, 2 പ്ലേറ്റുകൾ അടുത്ത് വന്നിട്ട് ഇടിക്കും. ഇതാണ് കൺവേർജൻറ്റ് മൂവ്മെൻറ്റിൽ നടക്കുന്നത്. ഡൈവേർജൻറ്റിൽ 2 പ്ലേറ്റുകൾ അകലേക്ക് പോകും. ഓക്കെ, ട്രാൻസ്ഫോം മൂവ്മെൻറ്റിലാവട്ടെ പ്ലേറ്റുകൾ തമ്മിൽ സ്ലൈഡിങ് മൂവ്മെൻറ്റാണ് ഉണ്ടാവുക. ഇതൊരു പ്ലേറ്റാണ്, ഇതൊരു പ്ലേറ്റാണ്. ഇങ്ങനെ സ്ലൈഡിങ് മൂവ്മെൻറ്റ്സ് ആണ് ട്രാൻസ്ഫോം മൂവ്മെൻറ്റ്സിൽ ഉണ്ടാവാം. ഓക്കെ, ഇനി ഈ 3 മൂവ്മെൻറ്റ്സിൻ്റെയും റിസൾട്ട് ഒന്ന് തന്നെയാണ്. അതായത് ഈ 3 മൂവ്മെൻറ്റ് വഴി ഓരോരോ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. അതായത് എർത്തിൻ്റെ പുറമെ കാണുന്ന ഫീച്ചേഴ്സ് ലൈക്ക് മൗണ്ടെയിൻസ്, വാലീസ്, അങ്ങനെയുള്ള ഓരോരോ ഫിസിക്കൽ ഫീച്ചേഴ്സാണ് ഈ 3 മൂവ്മെൻറ്റിന് റിസൾട്ടായിട്ട് ഉണ്ടാകുന്നത്. കൺവേർജൻറ്റ് മൂവ്മെൻറ്റിൽ ഫോൾഡിംഗ് ആണ് നടക്കുക. 2 പ്ലേറ്റുകൾ അടുത്ത് വന്ന് ഇടിച്ച് മടങ്ങി മൗണ്ടെയിൻസ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും.
അതായത് ഫോർ എക്സാമ്പിൾ ഹിമാലയാസ്, ആൽപ്സ് എക്സെട്ര. ഹിമാലയൻ മൗണ്ടെയ്ൻസിൻ്റെ ഫോർമേഷനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഡൈവേർജൻ മൂവ്മെൻറ്റ്സിൽ ഫോൾട്ടിംഗ് ആണ് നടക്കുന്നത്. ഫോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് അല്ലെങ്കിൽ ഫ്രാക്ചർ. രണ്ട് പ്ലേറ്റുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അതുമൂലം നടുക്ക് ബ്രേക്ക് ഉണ്ടാവും. ഇങ്ങനെ റിഫ്റ്റ് വാലികൾ, റിഡ്ജ് അങ്ങനെയുള്ളതൊക്കെ ഫോം ചെയ്യും. റിഫ്റ്റ് വാലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീപ്പായിട്ടുള്ള താഴ്വരകൾ. ഇതിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി എടുക്കാം. ഇതിൽ സൊമാലിയൻ പ്ലേറ്റും നൂബിയൻ പ്ലേറ്റും ഇത് രണ്ടും രണ്ട് വശങ്ങളിലായിട്ടായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരു റിഫ്റ്റ് വാലിയാണ് ഉണ്ടാവുന്നത്. അതാണ് ഗ്രേറ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി. ഓക്കെ, അതുപോലെ തന്നെ റിഡ്ജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മിഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ റിഡ്ജ്. ഇതും ഡൈവേർജൻറ്റ് മൂവ്മെൻറ്റ് വഴി ഉണ്ടായ ഒരു ഫിസിക്കൽ ഫീച്ചറാണ്. മിഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ റിഡ്ജ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് സീ ഫ്ലോ സ്പ്രെഡിംഗ് തിയറിയിൽ പറഞ്ഞിരുന്നു. കൺവെക്ഷണൽ കറണ്ട് വഴി എർത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഫോഴ്സ് ചൂട് ലാവയെ പുറത്തേക്ക് തള്ളും. അത് പുറത്ത് വരിക വീക്കായിട്ടുള്ള എർത്ത് ക്രസ്റ്റ് വഴിയാണ്. അങ്ങനെ വീക്കായിട്ടുള്ളൊരു ഭാഗമായിരുന്നു മിഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ റിഡ്ജ്. ഇത് ഓഷ്യൻ്റെ ഉള്ളിൽ കാണുന്ന മൗണ്ടെയിൻ ആണ്. അതായത് ലാവ കണ്ടിന്യൂസ് ആയിട്ട് പുറത്ത് വന്ന് അടിഞ്ഞുകൂടി മൗണ്ടെയിൻ്റെ രൂപത്തിലാവുന്നതാണ് മിഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ റിഡ്ജ് എന്ന് പറയുന്നത്. ഈ മിഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ റിഡ്ജ് ഉണ്ടാവുന്നത് ഡൈവേർജൻ മൂവ്മെൻറ്റ് കൊണ്ടാണ്. ചൂട് ലാവ കൺവെക്ഷണൽ കറൻറ്റ് വഴി പുറത്ത് വരുമ്പോൾ അത് ഇരുവശങ്ങളിലുള്ള പ്ലേറ്റുകളെ തള്ളുന്നുമുണ്ട്. ഈ രണ്ട് വശങ്ങളിലേക്കും പ്ലേറ്റുകൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്രേക്കിലാണ് ലാവ ഡിപ്പോസിറ്റ് ചെയ്ത് റിഡ്ജസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഡൈവേർജൻ മൂവ്മെൻറ്റിൻ്റെ എക്സാമ്പിളുകളാണ് ഗ്രേറ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയും മിഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ റിഡ്ജും. രണ്ട് മൂവ്മെൻറ്റ് ടൈപ്പ് കഴിഞ്ഞു, അതായത് കൺവേർജൻറ്റും ഡൈവേർജൻറ്റും. ഇനി അടുത്തത് ട്രാൻസ്ഫർ മൂവ്മെൻറ്റ്. ഇതിൽ പ്ലേറ്റുകൾ തമ്മിൽ സൈഡ് വേസ് ഉരസുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സാൻ ആൻഡ്രിയൻ പ്ലേറ്റ്. ഇതിൽ രണ്ട് പ്ലേറ്റുകളുണ്ട്, പസഫിക് പ്ലേറ്റും നോർത്ത് അമേരിക്കൻ പ്ലേറ്റും. ഈ പ്ലേറ്റുകൾ സൈഡ് വേസ് ഉരസുകയാണ് ചെയ്യുന്നത്. അതായത് പസഫിക് പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്. പസഫിക് പ്ലേറ്റ് മുകളിലേക്കും നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് താഴേക്കും. ഇങ്ങനെ പോകുന്ന ഫോഴ്സ് കൊണ്ട് ഇവിടെ എർത്ത് ക്യൂക്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തെ പ്ലേറ്റ് മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ 3 പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തേത് കൺവേർജൻ മൂവ്മെൻറ്റ്, രണ്ടാമത്തേത് ഡൈവേർജൻറ്റ്, മൂന്നാമത്തേത് ട്രാൻസ്ഫോർമേറ്റീവ്. ഇതാണ് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ്. ആൽഫ്രഡ് വെഗ്നർ പറഞ്ഞതുപോലെ കോണ്ടിനെൻസ് മാത്രമല്ല മൂവ് ചെയ്യുന്നത്, കോണ്ടിനെൻസ് ഒരു പ്ലേറ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെ കോണ്ടിനെൻസ് ഭാഗമായ പ്ലേറ്റുകളാണ് മൂവ് ചെയ്യുന്നത് എന്ന് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി വിശദീകരിച്ചു. ഇത് മനസ്സിലാക്കിയത് കൺവെക്ഷണൽ കറണ്ട് തിയറി, സീ ഫ്ലോ സ്പ്രെഡിംഗ് തിയറി ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇതോടെ നമ്മുടെ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിയുടെ ക്ലാസ് പൂർത്തിയാവുകയാണ്. ഇനി അടുത്തത് നമുക്ക് റിംഗ് ഓഫ് ഫയർ, അതായത് പസഫിക് റിംഗ് ഓഫ് ഫയറിൻ്റെ ക്ലാസ് നോക്കാം.